നല്ലതായിട്ട് നോക്കിയിട്ടേ ഇതിനിറങ്ങാവുള്ളൂ. അപ്പോൾ ഭീകര കാറ്റാണ് കേട്ടോ. ടാപ്പ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും 25 സെൻറ്റിമീറ്ററോളം സ്നോ പെയ്യും. ഇതിനി മൊത്തം ഞാനിത് മാറ്റണം. സീൻ. വരുന്ന വണ്ടിക്ക് ബ്രേക്ക് കിട്ടണമെന്നില്ല, അപ്പം ABS അടിച്ച് വണ്ടി തന്നെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്റ്റീഗൻ ഏജൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിട്ടില്ല സ്നോ സ്റ്റോമാണ്. അപ്പോൾ സ്നോ സ്റ്റോമൊക്കെ ആയിട്ട് ഇതിപ്പോൾ നാളെ രാവിലെ വരെ ഉണ്ട്. എത്തേണ്ടത് ഇച്ചിരി ഭീകരമായിട്ട് സ്നോ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ ഞാനൊക്കെ കാല് ചവിട്ടുന്ന ആ ഏരിയ അത്യാവശ്യം നല്ലപോലെ താഴോട്ട് ഇറങ്ങി പോകുന്ന പോലെ സ്നോ ഉണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും 25 സെൻറ്റിമീറ്ററോളം സ്നോ പെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത് വെച്ച് പറഞ്ഞേക്കുന്നത്. ഈ റോട്ടിൽ കൂടെ ഒന്നും ഒരു വണ്ടി പോലും പോയിട്ടില്ല, ഒരു വണ്ടി പോലും. അതുപോലെ മഞ്ഞായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി എടുക്കുന്നില്ല. കാരണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും. നമുക്ക് പാർക്ക് ചെയ്യാനും പറ്റില്ല. ലാസ്റ്റ് പിന്നെ ടിക്കറ്റൊക്കെ അടിച്ച് ടോയൊക്കെ ചെയ്ത് അങ്ങനത്തെ സ്കീമായി പോകും. അപ്പോൾ സ്നോ മാറ്റാൻ വരുന്ന വണ്ടികൾക്കും പാടായിരിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏതാണ്ട് 8 മണിയോ അങ്ങനെയൊക്കെ വരാൻ മറ്റോ സ്നോ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടും എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറച്ച് ടാസ്ക് ഉണ്ടാവും പോകാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ എന്തായാലും നോക്കാം, ഇങ്ങനെ ഒരു സ്നോ സ്റ്റോമിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു പോകണമെന്ന് നോക്കാം. ഇപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ളവർക്ക് വർക്ക് കഴിഞ്ഞ് വരുന്നത് നല്ല ടാസ്ക് ആയിരിക്കും. അപ്പോൾ കുറേ പേര് ലീവൊക്കെ എടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ 2 പിള്ളേരുണ്ടാവും നല്ല തകർത്ത് മഞ്ഞൊക്കെ മാറ്റുന്നുണ്ട്. നമ്മൾ മാറ്റിയിട്ടില്ല, നമ്മൾ രാവിലെയൊക്കെ മാറ്റുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ മഞ്ഞ് വണ്ടിയുടെ കുറച്ച് മാറ്റിയിടാൻ പോവാം. എന്നിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനില്ല. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും അത്രയും കുറവായിരിക്കും മഞ്ഞ്. അപ്പോൾ ഇതാ ഞാൻ ഇറങ്ങി നടപ്പ് തുടങ്ങി. നമ്മൾക്ക് 17 എന്ന് പറഞ്ഞ നമ്പറിലുള്ള ഒരു ബസ് എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു 5-6-7 മിനിറ്റിൽ ബസ് അവിടെ വരും. എല്ലാവരും കുറേ പേര് ക്ലീനിങ്ങും പരിപാടി അതും ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിക്കാമെന്ന് വെച്ചു. പക്ഷേ ഏറ്റവും വലിയ കോമഡി, ഫോണിലെ ചാർജ് 22% ആണ്. തണുപ്പായതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് ചാർജ് ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ബസ്സിൽ കയറി ഫോൺ ഓഫായാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്തിട്ടുള്ള വീഡിയോയെ കാണുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മുടെ ബസ് ഇത് അങ്ങ് അകലേന്ന് വരുന്നുണ്ട്. ഈ വഴി ഫുൾ എല്ലാവരും ഭയങ്കര പയ്യാണ് പോകുന്നത്. പിന്നെ കുറേ അപ്പുറം എല്ലാം ബ്ലോക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഓൾമോസ്റ്റ് അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ ഇത് 2 പോലീസ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് എത്തി. അപ്പോൾ ഇനി പയ്യെ ബസ്സിലോട്ട് കയറാം. ഇതാണ് ഇനിയിപ്പോൾ നമ്മുടെ ഈ പ്രസ്റ്റോ കാർഡില്ല. അപ്പോൾ ഞാൻ പയ്യെ ടാപ്പ് ചെയ്തിട്ട് പോവാണ്. ബസ്സിലെ അവസ്ഥ ഇതാണ്. ബസ്സിൽ ആരുമില്ല, ആൾക്കാർ കുറവാണ്. ആകെ ഒരാളുണ്ട്, പിന്നെ ഡ്രൈവറുണ്ട്. വഴി നല്ല ബ്ലോക്കാണ്. ഫുള്ള് ബ്ലോക്ക് മീൻസ് കുറേ സ്ഥലത്ത് വണ്ടി പെട്ട് കിടപ്പുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാവരും പയ്യെ പോകണം. കൂടുതൽ SUV വേണം, അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വണ്ടി വേണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് ചാർജ് ഉണ്ടെങ്കിൽ ബാക്കി കാണാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നാളത്തെ ഇത് രാവിലെ വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം. ഈ വീഡിയോ നൈറ്റിൽ എൻഡ് ചെയ്യും. പിന്നെ രാവിലെ നമുക്ക് ബാക്കിയും കൂടെ കണ്ട് എന്താണ് ഒരു നല്ല സ്നോ സ്റ്റോം അന്നാലത്തെ അവസ്ഥയെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതാ നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കേട്ടോ, മഞ്ഞ് സീനായിട്ട് വരുന്നുണ്ട്. റോഡ് പിന്നെ ക്ലിയർ ചെയ്ത് മഞ്ഞ് മാറ്റുന്ന വണ്ടികൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വഴിയാണ് നടക്കേണ്ടത്. ഇതിപ്പോൾ ഹ്യൂറൻഡാരിയോ എഗ്ലിൻഡർ എന്ന് പറയുന്ന ഒരു ഇൻ്റർസെക്ഷനാണ് കണ്ടോ. അതാണ് മഞ്ഞ് മാറ്റുന്ന പരിപാടി. എൻ്റെ ഫോണിലൊരു 2% ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും സാധനം ഓഫാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പയ്യെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാം. ആഹാ, സൂപ്പർ മഞ്ഞ്. ഇപ്പോൾ വേറെ സംഭവം, നമ്മൾ മഞ്ഞത്ത് വഴി ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇതുണ്ട്, ഇവിടെയൊക്കെ നല്ല രീതിക്ക് മഞ്ഞുണ്ട്. മഞ്ഞുള്ളപ്പോൾ നമ്മൾ വഴി ക്രോസ് ചെയ്യുമ്പം ഈ വരുന്ന വണ്ടിക്ക് ബ്രേക്ക് കിട്ടണമെന്നില്ല. അപ്പം ABS അടിച്ച് വണ്ടി തന്നെ ഇങ്ങ് പോരും. അതുകൊണ്ട് നമുക്കിപ്പോൾ നമുക്ക് നടക്കാൻ പറ്റും എന്നുള്ള ഇതാണെങ്കിലും നമ്മൾ നല്ലതായിട്ട് നോക്കിയിട്ടേ ഇതിനിറങ്ങാവുള്ളൂ. അപ്പോൾ ഭീകര കാറ്റാണ് കേട്ടോ, ഭീകര കാറ്റ്. ഈ വഴി
ഫുൾ ഇങ്ങോട്ട് മഞ്ഞ. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു എത്രയാ ഒരു 800 ഇല്ല ഒരു 500 മീറ്റർ നടക്കാനുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളവിടെ എത്തും. അപ്പോൾ ഇനി രാവിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് രാവിലത്തെ കാഴ്ച. നമ്മൾ കാലൊക്കെ വെച്ചാൽ ഇത് ഇത്ര താഴോട്ട് പോവും. എല്ലാവരും മഞ്ഞൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കണ്ണ് മര്യാദയ്ക്ക് തുറന്നു പിടിക്കാൻ പറ്റില്ല, അതുപോലെ ലൈറ്റാണ്. ഒന്ന് സൺലൈറ്റ് ഉണ്ട് നല്ലപോലെ, രണ്ട് ഫുള്ള് വൈറ്റ് കളറാണല്ലോ, അതുകൊണ്ട് ഭീകര വെളിച്ചമാണ് വരുന്നത്. ഇതുണ്ട് ഇവിടെ. ഈ വഴി ഫുള്ള് മഞ്ഞ്. അപ്പം ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്ന സ്കീമിൽ ഞാൻ ബസ്സിനല്ല പോകുന്നത്, ഞാൻ ഊബർ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ഓഫർ കിടപ്പുണ്ടായിരുന്നു. അപ്പം ബസ്സിന് നമുക്കൊരു $4 ആണെങ്കിൽ ഇതേ എനിക്ക് $5 പോകാം. ഇതുണ്ടോ ഈ വഴി മൊത്തം മഞ്ഞ്. ഇവർ ഫുള്ള് ക്ലീൻ ചെയ്തു, ഫുൾ മഞ്ഞാണ്. അവർ ഈ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മെഷീനും കൂടെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. നൈസ്. അപ്പം അതാണ് എനിക്കുള്ള വണ്ടി. ആ ചേട്ടൻ വെറുതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പുള്ളിനെ ഇങ്ങോട്ട് കയറ്റിച്ചില്ല. ഞാൻ അവിടെ പോയി വണ്ടിയൊക്കെ കയറാമെന്ന് വെച്ചു. അപ്പോൾ ഈ മെയിൻ റോഡൊക്കെ ഇവർ കുറേയും കൂടെ മഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഈ മഞ്ഞ് കൂട്ടിയിട്ടേക്കുന്നതാണിത് കണ്ടോ. ഈ റോഡൊക്കെ ഫുള്ള് ഉപ്പൊക്കെ ഇട്ട് ഫുള്ള് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് പയ്യെ വണ്ടിയിലോട്ട് കയറാം. ഇതാണ് നമ്മുടെ ഇന്നലെ നമ്മൾ പോയ വഴിയാണിതൊക്കെ. ഫുൾ മഞ്ഞാണ്. പക്ഷേ ഇത് കണ്ടോ ഈ കോർണറിലോട്ട് ഫുള്ള് കൂട്ടിയിട്ടിട്ട് വഴി ക്ലിയർ ചെയ്യുകയാണ്. ഞാനിത് ഊബറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അപ്പോൾ ഇവിടുത്തെയൊക്കെ അവസ്ഥ. പക്ഷേ രാവിലെ തന്നെ കുറേ മഞ്ഞ് മാറ്റി കേട്ടോ, അതുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. മഞ്ഞ് പെയ്തെങ്കിലും കുറേ മാറ്റി, പിന്നെ ഉപ്പിട്ടുകൊണ്ട് ഇതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ വീണ്ടും വിൻഡോ അടയ്ക്കുകയാണ്. മൊത്തം മഞ്ഞാണ്. നമ്മുടെ വണ്ടി മഞ്ഞിൽ കുളിച്ച് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ബൈ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പം ഇതിനി മൊത്തം ഞാനിത് മാറ്റണം. സീൻ മഞ്ഞ് കിടക്കുന്നുണ്ടോ, വണ്ടി ഫുള്ള് മൂടിപ്പോയി. സീൻ. അപ്പോൾ ഇനിയിപ്പോൾ ഈ മല പോലെ കിടക്കുന്ന മഞ്ഞ് മൊത്തം ഞാനിരുന്ന് മാറ്റണം. അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പോൾ ഇതാണ് യൂഷ്വലി ഇപ്പോൾ കണ്ടില്ലേ, ഇന്നലത്തെ രാത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ഇച്ചിരി പാടായിരിക്കും. പക്ഷേ പിറ്റേന്നാകുമ്പോഴത്തേക്കും ഇത് ഈ ലെവലിൽ മഞ്ഞ് പെയ്തത് ഇത് ഈ രാവിലെ കുറേ വണ്ടിയൊക്കെ വന്ന് മാറ്റിയതാണ്. പിന്നെ ഇതുപോലെ മഞ്ഞ് പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടാൽ ഒരു ടിക്കറ്റും ടോയും ഒക്കെ കിട്ടുന്ന പരിപാടിയാണ്. അപ്പം അക്കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതിനി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്നോ സ്റ്റോം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും തോന്നുന്നു. ഈ കഴിഞ്ഞ തവണ ഒട്ടും തന്നെ തണുപ്പില്ലായിരുന്നു, പക്ഷേ ഇത്തവണ അതുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പയ്യെ മഞ്ഞൊക്കെ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു അടിപൊളി എപ്പിസോഡ് ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.